മലയാളികൾ സന്തോഷത്തോടെ ഓർക്കുന്ന ദിനമാണ് നവംബർ 1. എല്ലാവർക്കും ഒരേ കേരളക്കറിയാണ്. പ്രകൃതിയായ നാടാണ് നമ്മുടെ കേരളം. മലകളും പുരകളും കൊണ്ട് സുന്ദരമായ നാട്. 1956 നവംബർ 1 നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം ഏതാണെന്നറിയാമോ? കേരളത്തിന്റെ തെക്കേറ്റത്തെ ജില്ലയായ തിരുവനന്തപുരമാണത്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭ ക്ഷേത്രം, ടെക്നോ പാർക്ക് എന്നിവ വളരെ പ്രസിദ്ധമാണ്. കശുവണ്ടി ഫാക്ടറികൾ കൂടുതലുള്ളത് ഈ ജില്ലയിലാണ്. 13ാമത് ജില്ലയാണ് കേരളത്തിന്റെ രണ്ടാമത്തെ വന്യജില്ലയാണ് ഇതൊക്കെ. കേരളത്തിന്റെ ആദ്യത്തെ ഡാമായ കുന്നപ്പള്ളി ഡാം ഈ ജില്ലയിലാണ്. എറണാകുളം ജില്ലയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊച്ചി തുറമുഖം, നെടുമ്പാശ്ശേരി എയർപോർട്ട്, കേരള ഹൈക്കോടതി എന്നിവ എറണാകുളത്താണ്. സാംസ്കാരിക തലസ്ഥാനം ഏതാണെന്നറിയാമോ? തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ മുഖ്യശില്പി ശബ്ദം തമ്പുരാനാണ്. തൃശ്ശൂരിലെ തൃശ്ശൂർ പൂരം വളരെ പ്രസിദ്ധമാണ്. കേരളത്തിന്റെ ഏറ്റവും നല്ല ജില്ല ഏതാണെന്നറിയാമോ? അത് പാലക്കാടാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നു. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഈ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആദ്യത്തെ പരാതി രഹിത മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം. കോഴിക്കോട് ജില്ലയിലാണ്. പ്ലാസ്റ്റിക് നിരോധിത ജില്ല കൂടെയാണ് കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് വയനാട്. ചരിത്രപ്രസിദ്ധമായ ഗുഹ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 12ാമത്തെ ജില്ല കണ്ണൂർ ജില്ലയെ കുറിച്ചുണ്ട്. കണ്ട് വൈങ്ങ കാട്ടിയിടം ഏറ്റവും കൂടുതൽ ജില്ലയാണ്. തെലങ്കാന ആദ്യപേരാണ്. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ല ഏതാണെന്നറിയാമോ? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡാണത്. 12 നദികളാൽ സമ്പന്നമാണ്. Yo.